എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി മുട്ടക്കുറുമയാണ് കേട്ടോ. നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുട്ടക്കുറുമയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെയും പൊറോട്ടയുടെയും അതേപോലെ നെയ്ച്ചോറിൻ്റെയും കൂടെയും എന്തിൻ്റെയും കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മുട്ടക്കുറുമയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മുട്ടക്കുറുമ ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു അടിപൊളി സ്റ്റൈലുള്ള മുട്ടക്കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു മുട്ടക്കുറുമ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഒരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 6 മുട്ടയാണ് കേട്ടോ ഞാൻ ഇതുപോലെ അങ്ങോട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളത്. ഈ ഒരു മുട്ടയുടെ ഉള്ളിലായിട്ട് ചെറുതായിട്ട് കത്തി വെച്ചിട്ട് ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഒരു മസാലയൊക്കെ കറക്റ്റായിട്ട് മുട്ടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി നന്നായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് പുഴുങ്ങി എടുത്തിട്ടുള്ള മുട്ട കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മുട്ടയുടെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് മസാല പിടിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ആദ്യമേ നമ്മൾ കറി വെക്കുന്നതിന് മുന്നേ അങ്ങ് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മുട്ട വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. ആ ഒരു കുരുമുളകൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ ഞങ്ങൾ മുട്ടയിൽ പിടിച്ചു തന്നോളും. അതേപോലെ മുട്ട നന്നായിട്ട് ചില ഭാഗങ്ങളിൽ ഒന്ന് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ആദ്യമേ ഞങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത്. മുട്ട ഇതുപോലെ നന്നായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇരുന്നിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങനെ മാറ്റി കൊടുത്തേക്കാം. ഇനി നമുക്കൊരു കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 പീസ് ഗ്രാമ്പു, അതേപോലെ ഒരു നുള്ള് പെരിഞ്ജീരകം, പിന്നെ ഒരേലക്കായ കേട്ടോ. സ്പൈസസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ അളവ് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് കൂടി പോകണ്ട. ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ കറിക്ക്. പക്ഷെ അത് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഫ്ലേവറിലേക്കും പോകും കേട്ടോ. ഇനി ഇതൊന്ന് പൊട്ടി വന്നോട്ടെ. ഈ ഒരു സ്പൈസസ് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. അതിന്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. അതിന്റെ കൂടെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിട്ടിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ചച്ചവ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ ഒരു മണം ഒരുപാട് മാറാനായിട്ട് കാത്തു നിൽക്കൊന്നും വേണ്ട. അതിന്റെ ആ ഒരു പച്ച ഫ്ലേവർ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഈ ഒരു സവാള വാടിക്കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 കപ്പ് ഇല്ല കേട്ടോ. അതിലും കുറവ് നല്ല ചൂടുള്ള വെള്ളമാണ്. ഈ ഒരു കുക്കറിന്റെ അടപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 3 വിസിലിൽ നമുക്ക് ഈ ഒരു സവാള നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്റ്റൗവിന്റെ ഏറ്റവും ലോ ഫ്ലെയിമിലുള്ള ബർണറിൽ വേണം വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സവാള വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സവാള അടി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് 3 വിസിലിൽ നമുക്ക് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുത്തേക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ അത്യാവശ്യം 2-3 വിസിൽ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ നമ്മൾ വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറിയിൽ ഒരുപാട് സവാള വഴഞ്ഞ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കളറിൽ ആയി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുത്തേക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല,
അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി ഇട്ടെടുക്കുന്ന സമയത്ത് ഇതിന്റെ അളവ് എന്ന് പറയുന്നത് കൂടി പോകരുത്. ഈ ഒരു കറിക്ക് മല്ലിപ്പൊടി കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ, ആ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം മല്ലിപ്പൊടി നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു കുഞ്ഞു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു കറിയിൽ അധികം തക്കാളി ചേർക്കുന്നില്ല, അതുകൊണ്ട് ചെറിയൊരു പീസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, അധികം പുളിയില്ലാത്ത തക്കാളി വേണം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ഒരു തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് പേസ്റ്റ് പരുവത്തിലായിട്ട് മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഈ ഒരു പരുവത്തിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പച്ചമണൊക്കെ കറക്റ്റായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. തണുത്ത വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ആ ഒരു കറിയുടെ ടേസ്റ്റ് ആകെ മൊത്തങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് നല്ല ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് വറ്റി ഇത് ഈ ഒരു പരുവത്തിൽ ആയിക്കിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് തന്നെ ചേർത്ത് കൊടുക്കുക, അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്നതിന്റെ ഒരു 1/2 മണിക്കൂർ മുന്നേ ഒരു 15 കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുക. അതിനുശേഷം അത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പൊ ആ ഒരു കാഷ്യൂനട്ട് പേസ്റ്റും കൂടി നമുക്ക് ഈ ഒരു കറിയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാണ്. ഈ ഒരു പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുത്ത ഗ്രേവി ആയിരിക്കും, അതേപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ 15 കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ആ ഒരു പേസ്റ്റ് നമ്മുടെ ഈ ഒരു കറിയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാണ്. ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കറി തിളച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് തിളച്ച് തരണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവുക. അപ്പൊ എല്ലാ മുട്ടയും ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ കറി എല്ലാം കൂടി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കറി ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തുന്ന സമയത്ത് ഇത് ചൂടാറുമ്പോൾ ഇത്തിരി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഈ ഒരു പരുവത്തുന്ന സമയത്ത് പതുക്കെ നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു ചെറുതായിട്ടൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് മറ്റൊരു പാന് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 3-4 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കളർ അത്യാവശ്യം ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 5-6 അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടി കളർ ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്തേക്ക് തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്കിത് നേരെ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഒരു പച്ചമുളക് നെടുകെ കീറിയിട്ടിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പച്ചമുളക് അവസാനം ഇടുന്ന സമയത്ത് ഒരു പ്രത്യേകതര ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും നമ്മുടെ കറിക്ക്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റിലുള്ള മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കുറുമയാണ് കേട്ടോ. ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എങ്കിലേ നമ്മുടെ ഈ ഒരു കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പൊറോട്ടയുടെ കൂടെയാണ് ഈ ഒരു മുട്ടക്കുറുമ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ ഒരു കുറുമ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെ ഈ ഒരു മുട്ടക്കുറുമ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ ബൈ.